കോടിക്കണക്കിന് രൂപ വെട്ടിക്കുന്ന സൂപ്പർ സ്റ്റാറുകളും മക്കളും പൃഥ്വിരാജും ദുൽഖർ സൽമാനുമൊക്കെ ഈ ഗണത്തിൽ പെട്ടിരിക്കുന്നു. ഇവന്മാർക്കൊക്കെ എന്തിന്റെ കേടാണ് ഈ കോടികളൊക്കെ വെട്ടിക്കാൻ? ഓരോ സിനിമയ്ക്കും 5-6 കോടി രൂപയൊക്കെയാണ് ഇവന്മാർ ഒരു സിനിമയ്ക്ക് പ്രതിഫലമായി വാങ്ങിക്കുന്നത്. ഒരു കാറിന്റെ ടാക്സ് കൊടുക്കാൻ പോലും ഇവന്മാർക്ക് മടിയാണ്. പൃഥ്വിരാജ് പറയുന്നത് 20 കോടിയുടെ കാറ്, 15 കോടിയുടെ കാറ് എനിക്കുണ്ട് എന്നൊക്കെയാണ്. എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാവാതിരിക്കുക? ഈ ടാക്സ് കൊടുത്ത് ഇവന്മാർക്ക് മാന്യമായി അന്തസ്സായിട്ട് കൊണ്ടു നടന്നൂടെ? എന്തിനാണ് ഇങ്ങനെ വെട്ടിക്കുന്നത്? ഇല്ലായ്മ കൊണ്ടല്ല, ഉണ്ടല്ലോ. പൃഥ്വിരാജിന്റെ അടുത്തിറങ്ങിയ സിനിമയ്ക്ക് തന്നെ എത്രയോ കോടി രൂപ ഒരു ദിവസം കൊണ്ട് കളക്ട് ചെയ്തിരിക്കുന്നു. അവര് പറയുന്ന പ്രകാരം തന്നെ 100 കോടി ക്ലബിൽ കയറിയ സിനിമയാണത്. അതിനൊക്കെ എത്ര ചെലവ് വരും? അവനൊരു കാർ എടുക്കണമെങ്കിലും ടാക്സ് വെട്ടിച്ചേ പറ്റൂ. ഇതാണ് ഇവന്റെയൊക്കെ വൃത്തികെട്ട സ്വഭാവങ്ങൾ. ദുൽഖർ സൽമാൻ, മമ്മൂട്ടി എന്ന മഹാനടൻ, അദ്ദേഹത്തിന് എത്രയോ അവാർഡുകൾ കൊടുത്ത് ആദരിച്ചയാളാണ്. അദ്ദേഹത്തിനെങ്കിലും തന്റെ മകനോട് പറയാമായിരുന്നു, മകനെ, നമ്മൾ രാജ്യദ്രോഹം ചെയ്യുന്നത് ശരിയല്ല, നിനക്ക് അങ്ങനെ കാർ എടുക്കണമെങ്കിൽ അതിന്റെ ടാക്സ് കൊടുത്തെടുക്കൂ എന്ന്. അദ്ദേഹവും അത് പറഞ്ഞില്ല. കിട്ടുന്നിടത്തെല്ലാം വെട്ടിക്കട്ടെ എന്ന് തന്നെയാണ്. എങ്ങനെയായാലും കുഴപ്പമില്ല, നമുക്ക് പണക്കാരായാൽ മതി. രാജ്യത്തെ അല്ലെങ്കിൽ കേരളത്തിലെ 1-ാം നമ്പർ പണക്കാരൻ ഞങ്ങളാണ് എന്ന് വരുത്തി തീർക്കുക എന്നുള്ളതാണ് അവരുടെ എല്ലാം ലക്ഷ്യം. നോക്കൂ, നമ്മളെപ്പോലുള്ള പാവപ്പെട്ട മനുഷ്യര് 4 പേർക്ക് ഒരു ബൈക്കിൽ പോകാൻ കഴിയാതെ ആകുമ്പോൾ അവരൊരു കുഞ്ഞു കാർ എടുക്കാൻ ചെല്ലും. 4-5 ലക്ഷം രൂപയ്ക്കുള്ള ഒരു കാർ, അതും പകുതിയിൽ കൂടുതലും ലോണൊക്കെ ഇട്ടാണ് എടുക്കുന്നത്. അങ്ങനെ എടുക്കുന്ന നമ്മൾ കൊടുക്കുന്ന ടാക്സ് എത്രയാണ്? 18% നമ്മൾ എത്ര രൂപയാണ് 5 ലക്ഷം രൂപയുടെ ഒരു കാർ എടുക്കുമ്പോൾ ടാക്സ് കൊടുക്കേണ്ടി വരുന്നത്? ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് അടുത്ത്. നമ്മളെപ്പോലെ ഒരു നിവൃത്തിയില്ലാത്തവൻ കൂലിപ്പണിക്കാരനാണ് ഈ 4-5 ലക്ഷം രൂപയുടെ കാർ എടുക്കുന്നത്. കാരണം ഒരു ബൈക്കിൽ അച്ഛനും അമ്മയ്ക്കും 2 കുട്ടികൾക്കും പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് ഒരു കാർ എടുക്കാൻ ചെല്ലുന്നത്. ആ മനുഷ്യൻ കൊടുക്കേണ്ടി വരുന്നത് 1 ലക്ഷം രൂപയോളം ടാക്സ് ആണ്. എന്നിട്ടും ചിരിച്ച മുഖത്തോടുകൂടി സന്തോഷത്തോടുകൂടി നമ്മളത് കൊടുത്ത് മേടിക്കുന്നു. ഇവനെ പോലുള്ളവന്മാര് ഒരു സിനിമയ്ക്ക് കോടികൾ മേടിക്കുന്നവർ ഇത്തരം ടാക്സ് വെട്ടിച്ച് അവർക്കെതിരെ വിരൽ ചൂണ്ടാനോ അവരെ ചോദ്യം ചെയ്യാനോ ആരുമില്ല, ആർക്കും കഴിയുന്നില്ല. എല്ലാവർക്കും പേടിയാണ്. കാരണം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലമുണ്ടെങ്കിൽ എന്ത് രാജ്യദ്രോഹവും ഏത് ടാക്സ് വെട്ടിപ്പും നടത്താൻ ഇവർക്ക് ധൈര്യം കിട്ടുന്നു. പൃഥ്വിരാജ് ഭയങ്കര വായാടിയാണ്, ഭയങ്കര നാക്കാണ് അദ്ദേഹത്തിന്. ഞാൻ ഭയങ്കര സംഭവമാണെന്നുള്ള കാര്യമാണ് കാണിക്കുന്നത്. പിന്നെ സപ്പോർട്ട് ചെയ്യാൻ മല്ലിക എന്ന അമ്മയും എന്ത് കുറ്റം ചെയ്താലും അമ്മ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വരും. നിനക്കെല്ലാം പണം ഇല്ലാഞ്ഞിട്ടല്ലോ, ഉണ്ടല്ലോ, എന്തിനാണ് പിന്നെ ഇങ്ങനെ വെട്ടിക്കാൻ പോകുന്നത്? ദുൽഖർ സൽമാന്റെ അച്ഛൻ മമ്മൂട്ടി എത്രയോ വർഷം കൊണ്ട്, 10-50 വർഷം കൊണ്ട് മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർ അദ്ദേഹം. ഏകദേശം 30 വർഷത്തിനായി മെഗാസ്റ്റാറായി അദ്ദേഹം നിലനിൽക്കുന്നു. എത്ര കോടിയാണ് അദ്ദേഹത്തിന്റെ ആസ്തി. എന്നിട്ടും മകൻ ഒരു കാർ എടുക്കുമ്പോ, എടാ മോനെ, നീ നേരെ ചെവ്വേ എടുക്കടാ കാറ് എന്ന് പറഞ്ഞു കൊടുക്കാൻ ആ തന്തയ്ക്ക് കഴിയുന്നില്ല. അയാളും മൗനസമ്മതത്തിൽ തലയാട്ടി കൊടുക്കുകയാണ്. നീ എങ്ങനെയാണെങ്കിലും കൊണ്ടുപോ. ദുബായ് ചെന്നൊരു ഗോൾഡൻ കാർഡ് എടുക്കും. പിന്നെ അവരുടെ കള്ളക്കടത്തും അതും ഇതുമൊക്കെയാണ്. അത് യോമാരല്ല, മലയാള സിനിമയിലുള്ള ഒരുപാട് പേർക്ക് ഗോൾഡൻ കാർഡ് ഉണ്ട്. എന്തിനാണ് യോമാർക്കെല്ലാം ഈ ഗോൾഡൻ കാർഡ്? ഇതുപോലുള്ള തരികിടകളാണ്. 1 കോടി രൂപ പ്രതിഫലം കിട്ടുകയാണെങ്കിൽ 35 ലക്ഷവും ദുബായിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവരുമ്പോ ടാക്സ് ഇല്ല, ടാക്സ് വെട്ടിക്കുക. ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ പിന്നിലെ കഥകൾ. നമ്മളെപ്പോലുള്ളവർക്കൊക്കെയാണ് ടാക്സ് ബാധകമാവുന്നത്. ഇവന്മാർക്കെന്ന് ഇതൊന്നും ഒരു ബാധകവും അല്ല. ഇവർക്ക് എന്തും ചെയ്യാം. കാരണം രാഷ്ട്രീയ പാർട്ടികളുടെ പിൻബലം കൊണ്ടവര്. ഇവർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടുക്കിളി കൂട്ടങ്ങളും വന്ന് മറ്റുള്ളവരെ എല്ലാം പഞ്ഞിക്കിടും. ഇത് പേടിച്ച് ആരും മിണ്ടാറില്ല. പൃഥ്വിരാജിനോട് നമുക്ക് വലിയ പിണക്കമൊന്നുമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവൻ അതൊക്കെ ചെയ്യുള്ളൂ. കാരണം അവന്റെ രീതികൾ അതാണ്. എന്നാൽ ദുൽഖറിനോട് സഹതാപമാണ്. കാരണം മമ്മൂട്ടി എന്ന മഹാനടൻ എല്ലാ പരമോന്നത അവാർഡുകളൊക്കെ കൊടുത്ത് ആദരിച്ച മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് പോലും തന്റെ മകനെ നേരെയാക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ആരാണ്? ഇക്കൂട്ടത്തിൽ ഫഹദ് ഫാസിൽ മാത്രമാണ് കുറച്ച് മാന്യൻ എന്ന് അറിയപ്പെടുന്നു. അത് കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും നിലവിലുള്ള വാർത്തകളിൽ അദ്ദേഹം വലിയ തട്ടിപ്പൊന്നും നടത്താറില്ല എന്നാണ് അറിയുന്നത്. ഇല്ലാത്തവൻ ചെയ്താൽ മാത്രമേ ഇതെല്ലാം കുറ്റങ്ങളായി മാറുന്നുള്ളൂ. ഇവർക്കൊന്നും ഇതൊന്നും കുറ്റമല്ല. ടാക്സ് വെട്ടിച്ച കേസിൽ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ കണ്ട ഇത്രയും കോടികൾ ഞാൻ ടാക്സ് വെട്ടിച്ചിട്ടും ആ പേരിലാണ് പിന്നെ അവർ അറിയപ്പെടുന്നത്. ഈ കേസിൽ നമ്മുടെ കേന്ദ്രമന്ത്രിയായിരിക്കുന്ന സുരേഷ് ഗോപിയും മോശക്കാരനല്ല. അദ്ദേഹത്തിന് ഒരു കാർ എടുക്കേണ്ടി വന്നപ്പോൾ അദ്ദേഹം പോണ്ടിച്ചേരിയിൽ ചെന്നു. പോണ്ടിച്ചേരിയിൽ ചെന്നാണ് കാർ കൊണ്ടുവന്നത്. കാരണം 30 ലക്ഷം രൂപയോളം ടാക്സ് വെട്ടിക്കാൻ വേണ്ടി. പാവപ്പെട്ട ജനങ്ങൾ അദ്ദേഹത്തെ തേടി ചെല്ലുന്ന എല്ലാവർക്കും അദ്ദേഹം സഹായം ചെയ്യാറുണ്ട്. എവിടെ നിന്നാണ് ഈ സഹായം ചെയ്യുന്നത്? ഇതിൽ വെച്ചൊക്കെ നമുക്ക് മനസ്സിലായിക്കൂടെ? സ്വന്തം പോക്കറ്റിൽ നിന്നും 1 രൂപ പോകുമെങ്കിൽ അത് കള്ളത്തരത്തിലൂടെ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന യോന്മാരാണോ മറ്റു പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കുന്നത്? അങ്ങനെ സഹായിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും കള്ളത്തരങ്ങൾ ഉണ്ടാവും. അത് ഈ കാറുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. ഒരു കാർ എടുത്ത സുരേഷ് ഗോപിക്ക് 30 ലക്ഷം രൂപ ടാക്സ് കൊടുക്കാൻ വയ്യെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് സ്വന്തം പാക്കറ്റിൽ നിന്ന് കാശെടുത്ത് പാവങ്ങളെ സഹായിക്കുന്നത്? മോഹൻലാലും മോശക്കാരനൊന്നുമല്ല. അതെല്ലാം തെളിവിലൂടെ വരും. എല്ലാവരെയും പിടിക്കും, എല്ലാത്തിനെയും പിടിക്കണം, ഒരുത്തനെയും വിടാൻ പാടില്ല. ഓരോ സിനിമയ്ക്കും 4-5 കോടികളൊക്കെ മേടിച്ചിട്ട് എന്തുകൊണ്ട് അവർക്ക് ടാക്സ് കൊടുത്തുകൂടാ? ആ ടാക്സ് എന്തിനു വെട്ടിക്കണം? ഒരു കൂലിപ്പണിക്കാരൻ 500-1000 രൂപ കിട്ടുന്നവൻ എത്ര രൂപ ഒരു ദിവസം ടാക്സ് കൊടുക്കുന്നു? ഒരു കൂലിപ്പണിക്കാരൻ കുടിക്കുന്ന വെള്ളം മുതൽ അവൻ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങൾക്കെല്ലാം ടാക്സ് കൊടുക്കുന്നു. അവർക്കാർക്കും ഒരു പരാതിയില്ല. 40-50 രൂപയ്ക്ക് കിട്ടേണ്ട ഒരു ഊണ്
80 രൂപ കൊടുത്ത് നമ്മൾ കഴിക്കുന്നു, 18% ടാക്സ് ഉൾപ്പെടെ സന്തോഷമായി നമ്മൾ പൈസ കൊടുത്ത് പോകുന്നു. ആർക്കും പരാതിയില്ല. പണം കയറും തോറും ടാക്സ് വെട്ടിക്കാനും രാജ്യദ്രോഹ കുറ്റങ്ങൾ ചെയ്ത് ഏതെങ്കിലും രീതിയിൽ പണമുണ്ടാക്കാനുമുള്ള ശ്രമമാണ് യുവമാർ നടത്തുന്നത്. ഇവനെ ഒന്നും വെറുതെ വിടരുത്.